യൂട്യൂബിൽ വീഡിയോസുമായിട്ട് ഉമ്മമാർ വരുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന ഉമ്മമാരുടെ വീഡിയോസിന് താഴെ ബാഡ് കമൻറ്റും അതേപോലെ പല രീതിയിൽ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന പല കമൻറ്റുമായിട്ട് വരികയും അവരുടെ നമ്പർ കൈക്കലാക്കാം എന്ന സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് അവിടെ വർക്കായി അവനക്ക് നമ്പർ കിട്ടുകയും അങ്ങനെ ആ നമ്പറിൽ ഇവന് രാവും പകലും എന്നില്ല നിരന്തരമായിട്ട് വോയിസായിട്ടും കോളായിട്ടും ഇവരെ വിളിച്ച് ശല്യപ്പെടുത്തി ചില ഉമ്മമാർ യൂട്യൂബ് നിർത്തി പോവുക വരെ ചെയ്തു. ചില ഉമ്മമാർ അത് സഹിച്ച് പിടിച്ചു നിൽക്കുന്നുമുണ്ട്. ഇവൻ ഒരു നമ്പറിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു നമ്പർ, അങ്ങനെ നിരന്തരം നമ്പർ പല നമ്പറിൽ നിന്നും പല ഐഡിയിൽ നിന്ന് ഇവരെ വിളിച്ച് ശല്യപ്പെടുത്തി ചൊറിഞ്ഞ് മാന്തി ചില സ്ത്രീകളെ വേറെ പല രീതിയിലേക്കും എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഷാജി പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചവറേ, നീ എനിക്ക് ഇന്ന് രാവിലെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, 26-ാം തീയതി നിന്നെയും വിളിക്കുന്നു. ആ വിളിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, വിളിക്കണമല്ലോ. എന്നിട്ട് വേണമല്ലോ നിന്നെ ആമത്തോടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. പിന്നെ നീ എന്താ കരുതി എല്ലാവരും നീ പേടിപ്പിച്ച് പിന്മാറ്റിയ അല്ലെങ്കിൽ പേടിപ്പിച്ച് വിറപ്പിച്ച് നിർത്തിയ സ്ത്രീകളുടെ കൂട്ടത്തിലും എന്നെയും എണ്ണിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക്. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട, ഞാനും ഈ വിളി കാത്തിരിക്കുന്നതാണ് കേട്ടോ. രാത്രിയിൽ ഇവർ പല ഉമ്മമാരെയും വിളിക്കുന്ന ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ചെറിയ കുട്ടികൾ ഉമ്മമാരോട് പരാതി പറയല്ലോ, എന്നെ പിച്ചി, എന്നെ മാന്തി, എന്നെ ചൊറിഞ്ഞു, എന്നെ അവിടെ നുള്ളി, ഇവിടെ നുള്ളി, അവിടെ തല്ലി, ഇവിടെ ഒരു എന്താ പറയുക, ചെറിയ കുട്ടികൾ ഇങ്ങനെ വാശി പിടിച്ച് കരയണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർക്കത് ഭീഷണിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയാണോ ഫീൽ ചെയ്തത്? നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നിന്നെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അപ്പോൾ ഈ ഷോട്ടൊന്ന് നോക്കാം. എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, നിനക്ക് മുഖമില്ലേ കാണിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഡാഡിക്ക് സുഖമല്ലേ മോളെ, നീ ഉപ്പാനെ ഡാഡി എന്നാ വിളിക്കുന്നതല്ലേ? എൻ്റെ DP അതിലുണ്ട് മുഖം. നീ ആമത്തോടിൽ നിന്ന് പുറത്തു വാ. നീ ആമത്തോടിൽ നിന്ന് ഒളിച്ചിരിക്കാതെ, നിനക്ക് മുഖമില്ലല്ലോ. പിന്നെ നിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് എവിടുത്തെ പ്രൊഫൈല്? അത് ഗൂഗിൾ ഇമേജിൽ ആർക്കും എടുക്കാൻ പറ്റിയ പ്രൊഫൈലാണത്. ഗൂഗിൾ ഇമേജിൽ നീ കൊണ്ട കേസ് കൊടുക്ക്, ഗൂഗിൾ ഇമേജിൽ നിന്ന് പ്രൊഫൈൽ എടുക്കാൻ പാടില്ല എന്ന്. അത് നിൻ്റെ ഫോട്ടോ ആണോ? ആ മുഖം, ആ ഫിറാവിൻ്റെ മുഖം പോലെയുള്ള ആ ഒരു എന്താണ് രൂപരേഖ. അപ്പോൾ എൻ്റെ ഡാഡിനെ ഞാൻ ഉപ്പാന്ന് വിളിക്കും, ഡാഡിന്ന് വിളിക്കും, ഡാഡാന്ന് വിളിക്കും. അത് എൻ്റെ ഇഷ്ടം. ഞങ്ങൾ ഓരോ മക്കളുടെ ഓരോ ഇഷ്ടമാണ് എന്താ വിളിക്കേണ്ടതെന്ന്. മനസ്സിലായോ? നീ നിൻ്റെ ഉപ്പാനെ എന്താ വിളിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയൂല. നിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് നീ എന്താ വിളിക്കണമെന്നുള്ളത് പടച്ചോൻക്കറിയാം. പിന്നെ ബീനിത്ത, നമ്മുടെ ആയിഷത്ത, ഫാമിലിയിലെ ആയിഷത്താനെ കുറിച്ച് നീ എന്ത് നെറികേടാ പറഞ്ഞത്? കടലിൻ്റെ മക്കൾ ഒരിക്കലും ഇത്തരം രീതിയിൽ ഒരാളെക്കുറിച്ച് നെറികേട് പറയൂല. ഇതേപോലത്തെ ബാഡ് കമൻ്റ് ഇടൂല, നെഗറ്റീവ് കമൻ്റ് ഇടൂല. പിന്നെ അതേപോലെ രാത്രി കാലങ്ങളിൽ അവർ മറ്റുള്ള സ്ത്രീകളെ വിളിച്ച് ശല്യപ്പെടുത്തൂല. അതൊക്കെ നിൻ്റെ ശൈലിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.